ഇപ്പോൾ സനാതനധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചാതുർവർണ്ണ്യമാണ്, ജാതി വ്യവസ്ഥയാണ്, മറ്റ് ജനവിഭാഗങ്ങളെ അടിച്ചമർത്തുന്നൊരു വ്യവസ്ഥിതിയാണ്. ഇതൊക്കെ ചിലർ ധരിച്ചിട്ടുണ്ട്. അങ്ങനെയല്ല. അശുദ്ധ ഹിന്ദുവ സന്ദേശങ്ങളാണ് ജാതിയും ചാതുർവർണ്ണ്യ വ്യവസ്ഥയൊക്കെ. ഗുരു അഭിപ്രായപ്പെട്ടത് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്നത് ഒരു സനാതന ധർമ്മമാകുന്നു. ഈ ശ്രീനാരായണ ഗുരു സനാതന പരമ്പരയിലെ ഒരു സന്യാസിയാണെന്ന്, അല്ല അദ്ദേഹം മതാതരമായ ആത്മീയതയുടെ വക്താവാണെന്ന് രണ്ടു തരത്തിലുള്ള ഇത് കാണാം. അങ്ങയുടെ അഭിപ്രായം എന്താണ്? അദ്ദേഹം ഈ പരമ്പരയിൽ തന്നെ സന്യാസിയാണ്? അത് ഈ സനാതന ധർമ്മം എന്നതിന് നൽകുന്ന വ്യാഖ്യാനത്തെ അനുസരിച്ചിരിക്കുക കാര്യമാണ്. ഇപ്പോൾ സനാതനധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചാതുർവർണ്ണ്യമാണ്, ജാതി വ്യവസ്ഥയാണ്, അല്ലെങ്കിൽ മറ്റ് ജനവിഭാഗങ്ങളെ അടിച്ചമർത്തുന്നൊരു വ്യവസ്ഥിതിയാണ്. ഇതൊക്കെ ചിലർ ധരിച്ചിട്ടുണ്ട്. അങ്ങനെയല്ല. ഗുരുദേവൻ തന്നെ സനാതനധർമ്മത്തിന് അനുകൂലമായിട്ട് SNDP യോഗത്തിന് സന്ദേശം നൽകിയിട്ടുണ്ട്. 1928 SNDP യോഗത്തിൻ്റെ മീറ്റിങ്ങിൽ പങ്കെടുത്തിട്ട് ഗുരു അഭിപ്രായപ്പെട്ടത് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്നത് ഒരു സനാതന ധർമ്മമാകുന്നു എന്നാണ്. അപ്പോൾ സനാതന ധർമ്മത്തിന് നമ്മൾ നൽകുന്ന നിർവചനം അതിനെ ആശ്രയിച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്ന ഹിന്ദു മതം എന്നുള്ളത് ആ ഒരു ഹിന്ദു സന്യാസി എന്ന നിലയിൽ ഗുരുവിനെ കാണുന്നതിനെ കുറിച്ച്, കാരണം അദ്ദേഹത്തിന്റെ പല നിലപാടുകളും ഇപ്പോൾ അടുക്കുംബാദശകത്തിൽ തന്നെ ഈ പരമേശ പവിത്രപുത്രനോ അല്ലെങ്കിൽ കരുണാവാൻ നബി ഉത്തരത്നമോ അങ്ങനെയൊക്കെ പറയുന്നത്. അപ്പം ഏതെങ്കിലും ഒരു മതത്തിൽ മാത്രമായിട്ട് ഗുരുദേവനെ ഒതുക്കി നിർത്താൻ പറ്റുമോ? ഗുരുദേവന് ഒരു സർവമത സമന്വയ ദർശനം അവതരിപ്പിച്ച മഹാത്മാവാണ്. ഗുരു അദ്വൈത വേദാന്തത്തെയാണ് പിന്തുടർന്നത്. അദ്വൈതം എന്ന് പറഞ്ഞാൽ രണ്ടല്ലാത്തത് ഒന്ന് മാത്രം എന്നാണ്. ഒരേ ഒരു സത്യം പലതായി നിൽക്കുന്നു. അത് ഗുരുവിനെ സംബന്ധിച്ച് ഒരു ചിന്താപദ്ധതി ആയിരുന്നില്ല, ഒരു ജീവിത പദ്ധതിയായിരുന്നു. പക്ഷേ ഈ ശങ്കരാചാര്യരും മറ്റും അദ്വൈതത്തെ ഒരു സിദ്ധാന്തമായി നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചപ്പോൾ ഗുരു ആ സിദ്ധാന്തത്തെ ഉൾക്കൊള്ളുന്നു. അതൊരു സിദ്ധാന്തം എന്നതിനപ്പുറത്ത് ഒരു ജീവിത പദ്ധതിയായി ഗുരു അതിനെ വിലയിരുത്തുകയും ചെയ്യും. ആ ജീവിത പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ മനുഷ്യരെല്ലാം ഒന്നാണ്. അവിടെ ഹിന്ദുവെന്നോ ക്രിസ്ത്യാനിയെന്നോ ഇസ്ലാമെന്നോ ബൗദ്ധനെന്നോ ദൈവവിശ്വാസമുള്ള ആളെന്നോ ദൈവവിശ്വാസം ഇല്ലാത്ത ആളെന്നോ മതവിശ്വാസമുള്ളതെന്നോ മതനിഷേധിയെന്നോ ഉള്ള ഭേദമൊന്നും അവിടെയില്ല. എല്ലാം ഒരേ ഒരു സത്യത്തിൻ്റെ തന്നെ പല പല മുഖങ്ങൾ മാത്രമാണ്. അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരിൽ പ്രമുഖർ പലരും ഹിന്ദുമതത്തിൽ തന്നെ തള്ളിക്കളഞ്ഞു. ഉദാഹരണത്തിന് സഹോദരൻ അയ്യപ്പനായാലും അല്ലെങ്കിൽ CV കുഞ്ഞിരാമൻ അല്ലെങ്കിൽ ഈ അതുപോലെ ഈ SNDP യോഗത്തിൻ്റെ നേതാവായിരുന്ന മാധവൻ. അപ്പോൾ അങ്ങനെ ഹിന്ദുമതത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് എങ്ങനെയാണ് ഗുരുവിൻ്റെ ശിഷ്യന്മാർ വരുന്നത്? ഗുരുവിൻ്റെ പ്രത്യേകത, ഗുരു നാനാലോകാനുരൂപനായിരുന്നു. ഗുരുവിൻ്റെ അടുത്ത് വരുന്ന ശിഷ്യന്മാരുടെ എല്ലാം വാസനയും മാനസിക നിലയും മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ എല്ലാം ജീവിതത്തിൻ്റെ നന്മയുടെ ഭാഗം ഉൾക്കൊണ്ടുകൊണ്ട് അവരെ എല്ലാം ഗുരുവിനോടൊപ്പം ചേർത്ത് നിർത്തുവാൻ അസാമാന്യമായ പാടവം ഗുരു പ്രകടിപ്പിച്ചു. അത് അദ്വൈതത്തിൻ്റെ ഒരു പൂർണ്ണതയിലാണ്. അദ്വൈതത്തിൻ്റെ പൂർണ്ണതയിൽ ഒന്നിനെയും നിഷേധിക്കുന്നില്ല, എല്ലാറ്റിനെയും ഉൾക്കൊള്ളുകയാണ്. അപ്പോൾ ദൈവവിശ്വാസമുള്ള ശിഷ്യന്മാരെയും ദൈവവിശ്വാസം ഇല്ലാത്തവരെയും മതവിശ്വാസമുള്ളവരെയും മതവിശ്വാസം ഇല്ലാത്തവരെയെല്ലാം
ഒരേപോലെ ഉൾക്കൊള്ളുവാൻ അദ്വൈതത്തിൻ്റെ പാരമാർത്ഥിക തലത്തിലെത്തിയ ഒരു ജ്ഞാനിയായ ഗുരുവിന് സാധിക്കും. ആ അർത്ഥത്തിലാണ് മതനിഷേധിയായ സഹോദരൻ അയ്യപ്പനെയും ശ്രീകൃഷ്ണ വക്കീലിനെയും യുക്തിവാദിയായ MC ജോസഫിനെയും കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയൊക്കെ ഗുരുവിന് ഉൾക്കൊള്ളുവാൻ സാധിച്ചത്. നമ്മൾ മനസ്സിലാക്കുന്ന ഒരു ഹിന്ദു എന്ന രീതിയിൽ, ഹിന്ദു ഒരു മതം എന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരു പ്രത്യേക മതം എന്ന രീതിയിൽ അങ്ങനെയുള്ള ഒരു ഹിന്ദു സന്യാസി ആണെന്ന് ശ്രീനാരായണ ഗുരുവിനെ വിശേഷിപ്പിക്കുന്നത് തെറ്റല്ലേ? അത് ഹിന്ദുവിനെ സംബന്ധിച്ചുള്ള നിർവചനത്തെ ആസ്പദമാക്കിയിരിക്കുന്ന കാര്യമാണ്. ഗുരു സത്യസാക്ഷാത്കാര അവസ്ഥയിൽ പരിപൂർണമായ ബ്രഹ്മനിഷ്ഠനായി കഴിയുമ്പോൾ ഹിന്ദുമതം അല്ലെങ്കിൽ സനാതനധർമ്മം എന്നുള്ള ഒരു തലത്തിന് അതീതമായി, എല്ലാവിധമായ ഭേദചിന്തകൾക്കും അതീതമായി ഒരു ബ്രഹ്മനിഷ്ഠനായി മാറുകയാണ്. ഗുരു അതിനെക്കുറിച്ച് പറഞ്ഞത് സൂക്ഷ്മാന്വേഷണത്തെ സഹായിക്കുന്ന മാർഗദർശികളാണ് മതങ്ങൾ. സൂക്ഷ്മം അറിഞ്ഞവന് മതം പ്രമാണമല്ല, മതത്തിന് അവൻ പ്രമാണമാണ്. ഇപ്പം ഗുരു സൂക്ഷ്മം അറിഞ്ഞ ആളാണ്. സൂക്ഷ്മമായ ബ്രഹ്മതത്വത്തെ അറിയുവാൻ വേണ്ടി ഭാരതീയ പശ്ചാത്തലവും സനാതനധർമ്മവും ഹിന്ദുമതവും ഒക്കെ ഗുരുവിന് സഹായകമായിരുന്നു. ഗുരു ദേവീദേവന്മാരെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്, ദേവീദേവന്മാരെക്കുറിച്ച് കീർത്തനങ്ങൾ എഴുതിയിട്ടുണ്ട്, ദേവീദേവന്മാരെയൊക്കെ ഉപാസിച്ചിട്ടുണ്ട്. അതെല്ലാം അധ്യാത്മമാർഗത്തിലേക്കുള്ളൊരു പാതയാണ്. സത്യത്തെ സാക്ഷാത്കരിച്ചു കഴിയുമ്പോൾ അതിനതീതമായി മാറുകയാണ്. ഗുരു മാത്രമല്ല, സത്യസാക്ഷാത്കാരം നേടിയ ഗുരുക്കന്മാരെല്ലാവരും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഒരു ബിൽഡിങ്ങിൻ്റെ ടെറസിൽ കയറണം, 18 പടിയുണ്ട്. അതിൻ്റെ ചുവട്ടിൽ നിൽക്കുമ്പോൾ ഈ 18 പടികളും വിദ്യയാണ്. എന്നാൽ എല്ലാ പടിയും കയറി മുകളിലെത്തി കഴിയുമ്പോൾ ഈ കയറിയതെല്ലാം അവിദ്യാഭൂമികയിലായി, അതിനെ അതിവർത്തിച്ചു കഴിഞ്ഞു. ഒരു ജ്ഞാനി മതപരമായ ആചാരാനുഷ്ഠാനങ്ങളൊക്കെ നിർവഹിച്ച് പാരമാർത്ഥികമായ തലത്തിലെത്തിക്കഴിയുമ്പോൾ അതിനെല്ലാം അതീതമായി മാറുകയാണ്. ആ അർത്ഥത്തിൽ ഗുരുദേവനും ശ്രീരാമകൃഷ്ണ പരമഹംസനും രമണ മഹർഷിയും ഒക്കെ മതത്തിനതീതരാണ്. ഹിന്ദുമതമെന്നോ സനാതനധർമ്മമെന്നോ ഏതെങ്കിലും ഒരു പ്രത്യേക മതമെന്നോ ഒന്നും അവരെക്കുറിച്ച് പറയാൻ സാധിക്കില്ല. അവരെല്ലാം ശുദ്ധമായ അധ്യാത്മതത്വത്തിൻ്റെ ആത്മഭാവങ്ങളാണ്. ഗുരു പറഞ്ഞത് എനിക്ക് സന്യാസം തന്നത് ബ്രിട്ടീഷുകാരാണല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം മറ്റേ ഒരു പരമ്പര, ഹിന്ദു പരമ്പരയിൽ വരികയാണെങ്കിൽ അദ്ദേഹത്തിന് സന്യസിക്കാൻ പറ്റില്ല എന്നല്ല. അപ്പോൾ ആ പരമ്പരയിൽ തന്നെയാണ് ഇദ്ദേഹം ഉള്ളത്. ഗുരു അതിനെക്കുറിച്ച് പറയുന്നത് രാജ്യത്ത് നിലനിന്നിരുന്ന ജാതി വ്യവസ്ഥയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്. ഭാരതത്തിൽ അന്നും ഇന്നും ഈ ജാതി വ്യവസ്ഥ, ചാതുർവർണ്ണ്യ വ്യവസ്ഥ ശക്തമായിരുന്നു. ആ ഗുരുദേവൻ ഒരിക്കൽ തന്നെ പറഞ്ഞു, ജാതി നോക്കി ഭരിക്കുന്നവരല്ലേ, വർണ്ണം നോക്കി ഭരിക്കുന്നവരല്ലേ എന്നൊക്കെ ഗുരു പറഞ്ഞിട്ടുണ്ട്. ശ്രീരാമൻ്റെ കാലത്ത് കൂടി ശൂദ്രന്മാർക്ക് സന്യസിക്കാൻ പാടില്ലായിരുന്നു. ഇപ്പോൾ ഇഷ്ടം പോലെ സന്യസിക്കുവാനുള്ള അവസരം നൽകിയത് ബ്രിട്ടീഷുകാരാണ്. അതുകൊണ്ട് ബ്രിട്ടീഷുകാർ നമ്മുടെ ഗുരുക്കന്മാരാണ് എന്ന് ഗുരു പറഞ്ഞു. അപ്പം അതിൻ്റെ അർത്ഥം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അക്കാലത്ത് നിലനിന്നിരുന്ന ജാതി വ്യവസ്ഥയ്ക്ക് അടിമപ്പെട്ടാണ് രാജ്യം ഭരിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഗുരു ജാതി, ചാതുർവർണ്ണ്യം, ഭേദചിന്ത ഇതിനെയെല്ലാം അതിവർത്തിച്ചുകൊണ്ട് ജാതിഭേദം, മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന ഒരു മാതൃകാ സ്ഥാനത്തിന് വേണ്ടി നിൽക്കുന്നയാളാണ്.
അതായിരുന്നു ഗുരുവിൻ്റെ ജീവിത ദർശനം. ആ അർത്ഥത്തിൽ ഈ ചാതുർവർണ്ണ്യ വ്യവസ്ഥയ്ക്ക്, ജാതി വ്യവസ്ഥയ്ക്ക് വേണ്ടി ആരൊക്കെ നിലനിന്നിരുന്നോ അതെല്ലാം ഗുരുദേവൻ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. ഹിന്ദുമതത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരിടത്ത് ഗുരു പറഞ്ഞിട്ടുണ്ട്, ശുദ്ധ ഹിന്ദുമത തത്വങ്ങൾ പ്രചരിപ്പിക്കണം എന്ന് SDP യോഗത്തിന് സന്ദേശം നൽകിയിട്ടുണ്ട്. ശുദ്ധ ഹിന്ദുമത സന്ദേശം എന്ന് പറയുമ്പോൾ അശുദ്ധ ഹിന്ദുമത സന്ദേശങ്ങളുമുണ്ട്. അശുദ്ധ ഹിന്ദുമത സന്ദേശങ്ങളാണ് ജാതിയും ചാതുർവർണ്ണ്യ വ്യവസ്ഥയൊക്കെ. ശുദ്ധ ഹിന്ദുമത സിദ്ധാന്തങ്ങളാണ് അദ്വൈതവും വേദാന്തവും ആത്മീയതയൊക്കെ. അത് പ്രചരിപ്പിക്കണമെന്ന് തന്നെ ഗുരു പറഞ്ഞിട്ടുണ്ട്.